സാറേ, എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. അഞ്ചലോട്ടത്തിൽ ഇന്ന് വടക്കനാട് സ്വദേശി MK കരുണാകരൻ തന്റെ സേവന കാലയളവിലെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയുടെ അഞ്ചലോട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് MK കരുണാകരൻ, ഉൾപ്പുഴ പഞ്ചായത്തിന്റെ 1-ാം വാർഡ് വടക്കനാട് വെള്ളക്കെട്ടിൽ താമസം. ചേട്ടനൊരു റിട്ടയർഡ് പോസ്റ്റ്മാൻ ആണല്ലോ? ഞാൻ ഒരു റിട്ടയർഡ് പോസ്റ്റ്മാനാണ്. എത്ര നാളായി റിട്ടയർ ആയിട്ട്? 2013 ജൂൺ 30 റിട്ടയർ ആയതാണ്. വടക്കനാട് തന്നെയാണോ പോസ്റ്റ്മാൻ ആയിട്ട് ജോലി ചെയ്ത് തുടങ്ങിയത്? 24 വർഷം വടക്കനാട് EDD ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം 96 കല്ലായി പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അവിടുന്ന് 2000 തിരിച്ചു വന്ന് കൽപ്പറ്റയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ 13.5 വർഷം ജോലി ചെയ്തു. കരുണാകരേട്ടനെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതാണോ ഈ ഒരു പോസ്റ്റൽ മേഖല, അതോ അന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ള മാത്രം ഉദ്ദേശത്തിൽ തെരഞ്ഞെടുത്തതാണോ? 1971 ഇവിടുത്തെ വടക്കനാട് പോസ്റ്റ് ഓഫീസിന്റെ പേര് കിടങ്ങനാടെന്നാണ്. പണ്ട് വില്ലേജിനൊരു പോസ്റ്റ് ഓഫീസ് കൊടുക്കുന്ന കാലത്ത് വില്ലേജിന്റെ പേരിൽ വന്നതാണ്. കിടങ്ങനാട് വില്ലേജിന്റെ വന്നാണ് പോസ്റ്റ് ഓഫീസാണ് കിടങ്ങനാട്. അവിടെ 62 63 സ്റ്റാർട്ട് ചെയ്ത അന്ന് 3-ാം മൈൽ ബത്തേരിയിൽ നിന്ന് വരുന്ന 3-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തപാൽ കൊണ്ടുവരികയും ശേഷം ഇവിടെ കത്ത് ഡെലിവറി ചെയ്യുകയുമായിരുന്നു. അന്ന് കാർഷിക മേഖലയിലെ അഭിവൃദ്ധി ഒരു കാലമായിരുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്കങ്ങ് ഈ ജോലിയോട് താല്പര്യമുള്ളവർ അന്ന് കുറവായിരുന്നു. കൂട്ടത്തിൽ ഞാൻ SLC പരാജയപ്പെട്ടിട്ട് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആരും വരാതിരുന്നപ്പോൾ എന്നെ പോയി അന്നത്തെ ഇവിടുത്തെ EDD ആക്കിയതാണ്. പിന്നീട് ഈ ജോലിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ജോലിയോട് താല്പര്യം ഉണ്ടായിരുന്നോ? ജോലിയോട് പൂർണ്ണമായ താല്പര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് തുടക്കകാലത്തെ അനുഭവങ്ങളൊക്കെ? അറിയുന്ന ഒരു നാട്ടിലായിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അഡ്രസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി? ഇല്ല, അറിയുന്ന നാടുകളായതുകൊണ്ട് ഇത്ര ഒരു വീടുകളുടെ ആധിപത്യം ഇല്ലാത്തത് കൊണ്ടും തന്നെ അത് ഇത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല. അത് മാത്രമല്ല, ഉച്ചയ്ക്ക് കാർഷിക മേഖലയോടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതിയായിരുന്നു. 12 മണിക്ക് പോയാൽ മതിയായിരുന്നു. 12 കാർഷിക മേഖലയിൽ ഇവിടെയുള്ള കന്നുകൂട്ടുകയും മറ്റു തോട്ടത്തിലൊക്കെ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ കരുണാകരേട്ടൻ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് ഇത്ര വീടുകൾ എന്തായാലും ഇല്ല. ഒരു തോന്നുമ്പോൾ തുടക്കത്തിലൊരു 500 വീടുകളിൽ കൂടുതലില്ല. എന്റെ ഏരിയയില് മാക്സിമം 600 വീട്. ഇപ്പോ കേന്ദ്ര പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 1600ഓളം കുടുംബങ്ങളുണ്ട്. അതിന്റെ പകുതിയോളം വരുന്ന ഭാഗത്താണ് അന്ന് ഞാൻ കത്ത് കൊടുത്തിരുന്നത്. അത് പൂരങ്കാവ് പോസ്റ്റ്, പിന്നീട് അത് വരളുവാടി പോസ്റ്റ് ആയപ്പോ കുറച്ചുകൂടെ കുറഞ്ഞു. ഇന്നത്തെ പോലെയേ മൊബൈലോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണല്ലോ പോസ്റ്റ്മാൻ ആയിട്ട് സേവനം ചെയ്ത് തുടങ്ങിയത്. അന്ന് മൊബൈലില്ല, ഇവിടെ ലാൻഡ് ഫോൺ പോലും ഇവിടെ ഇല്ല. ലാൻഡ് ഫോൺ തന്നെ ഇവിടെ വരുന്നത് ഏതാണ്ട് 95 കാലഘട്ടത്തിൽ, 2000 അടുത്ത കാലഘട്ടത്തിലാണ് ഇവിടെ ടെലിഫോൺ തന്നെ വരുന്നത്. അപ്പൊ ആ സമയത്ത് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക പദവി വളരെ വലുതായിരുന്നല്ലോ. എല്ലാവരും കാത്തു നിൽക്കുമായിരുന്നില്ലേ? ഇന്ന് കാത്തു നിൽക്കുന്ന ഒരു കാലമായിരുന്നെങ്കിലും അത്രയ്ക്ക് തന്നെ പ്രാധാന്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ കുടിയേറ്റ മേഖലയായതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കത്തുകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഒരു 5-6 പേരാണ് ന്യൂസ് പേപ്പർ തപാലിലാണ് വരുന്നത്. ഇവിടെ ഏജൻസി ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് എഴുതിയിട്ട് മനോരമയിൽ ന്യൂസ് പേപ്പർ വരുന്നതായിരുന്നു. ന്യൂസ് പേപ്പറിനായിരുന്നു ആളുകൾ കാത്തു നിന്നിരുന്നത് അധികം. അതധികം തലേദിവസം ദിവസമായിരിക്കും വരിക. ഈ ജോലിയിൽ പ്രവേശിച്ച ആദ്യത്തെ നാളുകളിലെ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കാര്യമായ വെല്ലുവിളി പറയാനില്ല. കാരണം എന്താ പറഞ്ഞാല് നേരത്തെയുള്ള ഒരു വീട്ടുകാരുമാണ് ഞങ്ങൾ, നാട്ടുകാർക്ക് ശേഷം വന്നവരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല. ആർക്കും ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. ഒരു പരസ്പര കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ
കുറേ തരത്തിലുള്ള കത്തുകളൊക്കെ നമ്മളുടെ കയ്യിലേക്ക് വരുമല്ലോ. വരും. മണി ഓർഡറുകൾ വരാമോ, ടെലഗ്രാമുകൾ ഒക്കെ ആയിട്ടൊക്കെ. അങ്ങനെ ചേട്ടൻ സർവീസ് ചെയ്തിരുന്ന ആ സമയത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളോ സന്തോഷമുണ്ടായ നിമിഷങ്ങളോ വിഷമമുണ്ടായ നിമിഷങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇവിടെ അന്ന് മണി ഓർഡർ വരവെന്ന് പറഞ്ഞാല് ഞാൻ 96 ജൂൺ മാസം 15-ാം തീയതി വരെയാണ് ഈ വടക്കനാട് പണിയെടുത്തത്. ഇവിടെ അങ്ങനെ കാര്യമായ മണി ഓർഡറുകളൊന്നും ഒന്നും വരലില്ല. അന്ന് ജർമ്മനിയിൽ നിന്നൊരു നേഴ്സ് ഇവിടെ ഒരു അത്തായനെ ഒരു മണി ഓർഡർ അയച്ചു. ഇങ്ങനെ ദുർലഭം കേസുകളെ മണി ഓർഡറുകളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വരുന്നത് അവരുടെ നാടുകളിൽ നിന്ന് ടെലഗ്രാമാണ് വരുന്നത്. പിന്നെ ടെലഗ്രാം രീതിയിൽ തലേ ദിവസം വന്ന പിറ്റേത്തെ തപാലിലാണ് ഇവിടെ വരിക. അത് തന്നെ അങ്ങനെ ഈ മരണവും അസുഖവുമായി ബന്ധപ്പെട്ട എന്നെ ടെലഗ്രാംസ് അന്ന് വന്നുകൊണ്ടിരുന്നുള്ളൂ. പിന്നെയാണ് കുറെ കഴിയുമ്പോഴാണ് ഈ പെൻഷൻ മണി ഓർഡറുകൾ വരാൻ തുടങ്ങിയത്. ഈ കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുറച്ച് വരാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അതിൽ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് 96 കല്ലായിലേക്ക് പ്രൊമോഷനായിട്ട് പോയി. അന്ന് സീനിയോറിറ്റി പ്രൊമോഷനാണ് പോയത്. അതിന് മുമ്പ് സീനിയോറിറ്റി പ്രൊമോഷൻ വന്നെങ്കിലും ഞാൻ പോയിരുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളൊരു 5-8 അംഗങ്ങളുള്ള കുടുംബത്തിൽ ഞങ്ങൾ അതിന് കുറച്ച് ഭൂപത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അച്ഛനും ഒക്കെ സഹായിയായിട്ട് മറ്റേ അനിതന്മാരും പെങ്ങന്മാരും ഒക്കെ വിദ്യാഭ്യാസ ആയി ബന്ധപ്പെട്ട് പുറത്തൊക്കെ പഠിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പോയില്ല. 96 ആകുമ്പോഴേക്കും എല്ലാവരും തന്നെ മേജറായി എല്ലാവരും ഒക്കെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിഷൻ ലെവലിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രൊമോഷൻ വീണ്ടും വന്നപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോവുകയില്ല. കോഴിക്കോട് കല്ലായി. അത് ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ജോലി തുടർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ അത് ഇട്ടറിഞ്ഞു പോകണമെന്ന് തോന്നിപ്പോയി. കാരണം ഇവിടെ കുറെ നടക്കാനുണ്ടെങ്കിലും ഒരു കുറഞ്ഞ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ 100 കണക്കിന് ലെറ്റേഴ്സ്, പിന്നെ പീരിയോഡിക് എടുത്ത് മണി ഓർഡറുകൾ, അവസാന ടെലഫോണ്, അല്ലെങ്കിൽ പിന്നെ ടെലഗ്രാം, പിന്നെ അവിടെ ബിസിനസ് മേഖലയായതുകൊണ്ട് തന്നെ അവിടെ റൂട്ട് ഒരു പോസ്റ്റ്മാൻ ഇന്ന വഴിക്ക് പോകണം, ഇന്ന ഇത്ര എത്തും എന്നുള്ള റൂട്ട് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. ആ റൂട്ടിന് പോയിട്ടെങ്കിൽ അന്ന് ബിസിനസ് മേഖലയിൽ ചെക്കാണ് അധികം വരുന്നത്. അതുപോലെ മറ്റ് മാർഗങ്ങളൊന്നും പൈസ അയക്കാനില്ലാത്തത് കൊണ്ട് ചെക്കാണ് വരുന്നത്. ഗൾഫിൽ നിന്നാണെങ്കിലും മറ്റ് കമ്പനികളാണെങ്കിലും അത് സമയത്തിന് ചെന്നില്ലെങ്കിൽ അവരപ്പോൾ പോസ്റ്റ്മാർക്കെ വിളിക്കും. കാരണം 2 മുമ്പ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അന്ന് 2 മണി കഴിഞ്ഞാൽ ബാങ്കിൽ ചെക്ക് ക്ലിയറൻസിന് കൊണ്ടുപോകില്ല. അങ്ങനത്തെ കാലഘട്ടം വരുന്നത് ഏതാണ്ട് 2000 വരെ. 2000-ന് ശേഷമാണ് മറ്റ് മാധ്യമങ്ങൾ വരികയും തപാൽ മേഖലയിൽ അല്ലാതെ തന്നെ പണം വരാനുള്ള സോഴ്സുകളൊക്കെ ഉണ്ടാവുകയും അത് കണ്ടുപിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല നിയമത്തിനും ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമയായ ഒരു പോസ്റ്റ്മാസ്റ്റർ ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. TV ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് തന്നെയാണ് അവരുടെ കാരപ്പറമ്പ്. അദ്ദേഹം സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സഹായിയെ വിട്ടു തന്നു. അങ്ങനെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് അവിടെ നിന്ന് ക്ലിയർ ആക്കാൻ കഴിഞ്ഞത്. അത് വളരെ അതിന് ശേഷം അവിടുന്ന് പോരണം എന്ന് തന്നെ തോന്നിയിരുന്നില്ല. അത്ര സുഖമായിരുന്നു അവിടുത്തെ പണി. കാലത്ത് 8:30-ക്ക് എത്തണം. 8:30-ക്ക് എത്തി 9 മണിക്ക് നടക്കാൻ ഇറങ്ങിയാൽ എനിക്ക് നീളത്തിൽ നടക്കുകയാണെങ്കിൽ ഒരു 10-18 കിലോമീറ്റർ ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ ഈ ചുരുങ്ങിയ സ്ഥലങ്ങളാണ് കയറ്റാനുണ്ടാവും. അന്നൊക്കെ ഒരു 10-15 കിലോയെങ്കിലും ഈ മാസികയും പിന്നെ വീട്ടിലുകളും ഒക്കെ ആയിട്ട് കയറ്റുണ്ടാവും. അത് പിന്നെ അങ്ങ് ശീലമായിട്ടുണ്ട്. നല്ല ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പണിയിൽ ഏറ്റവും സുഖമുള്ള ഒരു പണി ഈ തപാൽ മേഖലയിലുള്ള പോസ്റ്റ്മാനാണ്. കാരണം എവിടെ തന്നെ ഒരേ സ്വീകരണം. അതിനിപ്പോ ആരും കുറച്ച് പറയുകയല്ല. ഈ ഒരു കുടിയിലായാലും ഇനിയിപ്പോ ഒരു എന്താ പറയുക ഒരു കളക്ടർ ബംഗ്ലാവിലായാലും അല്ലെങ്കിൽ അതുപോലെ ഒരു ഓഫീസിൽ
മേലേക്കടയിലുള്ള ഓഫീസിലാണെങ്കിലും താഴേക്കടയിലെ ഓഫീസിലാണെങ്കിലും ഒരേ സ്വീകരണമാണ് എല്ലാ സ്ഥലത്തും. അതൊരു പച്ചവരല്ല. ആരുടെ വീട്ടിലും ഡ്യൂട്ടി സമയത്ത് കയറിയിട്ടില്ല, എന്തിനാ വന്നാന്ന് കയറിയില്ല. വളരെ ഒരു സമയത്തോടുകൂടി തന്നെയായിരുന്നു അവിടെയുള്ള കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത്. കൽപ്പറ്റ സമയത്തും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കൽപ്പറ്റയിൽ എന്താണെന്ന് വെച്ചാൽ കേറ്റാർക്കുള്ള കാലമാണ്. കോഴിക്കോട് കേറ്റാർക്കൊന്നും ഇല്ലാത്ത ഒരു ബീച്ച് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ പോകാറുണ്ട്. ഈ 3 സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്തത് കോഴിക്കോടായിരുന്നോ? ഏറ്റവും നല്ല സ്ഥലം കോഴിക്കോടായിരുന്നു. കൽപ്പറ്റയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. വടക്കനാടായിരുന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 3 സ്ഥലത്തെ വെച്ച് ഏറ്റവും കൂടുതൽ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കാണിക്കാൻ പറ്റിയതായിരുന്നു കല്ലായി. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തടുത്ത വീടുകൾ, ഏറ്റവും അടുത്തടുത്ത പിന്നെ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ 9 ഈ ലെറ്റേഴ്സുമായി ഇറങ്ങിയാൽ ഒരു 1:30-2 മണിയാകുമ്പോഴേക്കും മാക്സിമം കൊടുത്തു തീർക്കാൻ പറ്റും. 95% മേലെ എല്ലാവരുടെയും നിശ്ചിത കൈകളിൽ ഈ ആർട്ടികളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു 2-3% അന്നും ആളുകൾ പറയും ഞങ്ങളിവിടെ വന്നാൽ കാണില്ല, ഇന്നടുത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അതൊരു താല്പര്യമില്ലാത്ത കേസായിരുന്നു അന്ന്. കാരണം അത് കൊടുത്തു തീർക്കാൻ കഴിയും. അവിടെ ഞാൻ പോയ ഏരിയയിൽ കൊടുത്തു തീർക്കാൻ കഴിയും. ഞാനല്ല, ഞങ്ങളവിടെ 8 പോസ്റ്റർമാരുണ്ടായിരുന്നു. 8 പേരും വളരെ കൃത്യതയോടുകൂടി തന്നെ അന്ന് ജോലി ചെയ്ത്. അതിന്റെ പിന്നീട് മറ്റൊരു കഥയുള്ളത് വളരെ ഫിറ്റായ ഒരു പോസ്റ്റ് മാഷാണ്. എന്തിനും കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റ് മാഷും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഒരു സാധ്യമായിരുന്നില്ല. അക്കാലത്തെ എഴുത്തും വായനയും അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്ക് കത്തുകൾ വായിച്ചു കൊടുക്കുകയോ മറുപടി എഴുതി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കത്തുകൾ അഡ്രസ് എഴുതി കൊടുക്കും. കത്തുകൾ എഴുതി കൊടുക്കാറില്ല. കാരണം കത്തുകൾ പിന്നെ വായിക്കാൻ അവരുടെ കുട്ടികളോ അതല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളോ ഒക്കെ എഴുതും. പക്ഷെ അഡ്രസ്സ് എങ്ങനെ എഴുതണമെന്ന് ആ കാലത്ത് അറിയാത്ത ആളുകൾ കുറെ പേരുണ്ടായിരുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു പോസ്റ്റ്മാനോ പോസ്റ്റ്മാനോ എഴുതി കൊടുക്കുന്നത് പോലെ ഒരു എന്താ പറയാ ഒരു താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് അഡ്രസ്സ് എഴുതി കൊടുക്കും. പിന്നെ അവരൊക്കെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ ഈ ടെലഗ്രാം വരുമ്പോൾ അത് വായിച്ചതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ മറ്റു ഇതല്ല. പിന്നെ വരുന്നതൊക്കെ ഈ ബാങ്കിന്റെ ലെറ്ററുകളാണ്. ബാങ്കിൽ അന്ന് ഈ വടക്കനാടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പിന്നെ കോഴിക്കോടുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത കിലോയിൽ കൂടുതൽ ഭാരം വരുന്ന അല്ലെങ്കിൽ നിശ്ചിത കിലോയിൽ കൂടുതൽ മൊത്തം ഭാരം വരുന്ന പാർസലുകൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല. അപ്പൊ അത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ വീട്ടിലാളില്ല, ഞങ്ങൾ ഈ വൗച്ചർ ഒപ്പിട്ട് തന്നേക്കാം അല്ലെങ്കിൽ ഈ ഫോം ഒപ്പിട്ട് തന്നേക്കാം, നിങ്ങൾ അതൊന്ന് ഒറ്റയാക്കി കൊണ്ടുവരണം എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ടുവരണം എന്ന് പറയും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂട്ടിക്ക് ശേഷം വീണ്ടും അത്രയും തരണം നടക്കണം. പക്ഷെ അതൊന്നും ആരും പിന്നെ ഞാനൊരു കാര്യം മറക്കൊന്നും പറ്റാതെ തന്നെ പറയാണ്, അവർ പോയ ലോട്ടറി ആയിട്ടുള്ള വൈദ്യുതി അത് കൊണ്ടുപോയി കൊടുക്കും. കാരണം ആൾക്കാർ മുഴുവൻ ബിസിനസ് മേഖലയിലോ ഗൾഫിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവർ പറയും പോസ്റ്റ്മാൻ ആദ്യം ഈ കല്ലായിൽ വരുമ്പോഴത്തെ അവരധികം പോസ്റ്റ്മാനും സാറെ എന്ന് വിളിക്കൽ വളരെ കുറവാണ്. അധികവും ശിവായിനെ അവർ വിളിക്കുക. ഇല്ല ശിവായി സാറെ ആ പാർസൽ ഇപ്പൊ കൊണ്ടുപോകാൻ കുട്ടികളൊന്നും ഓടില്ല, ഒന്ന് കൊണ്ടുവന്ന് വരണേന്ന് പറയും. ഇനി നമ്മൾ ഒപ്പിട്ട് തരാൻ പറയും. നമ്മൾ ഒപ്പിട്ട് വാങ്ങും. നമ്മുടെ ഡ്യൂട്ടി സമയത്തിന് ശേഷം അത് വീണ്ടും കൊണ്ടുപോയി കൊടുക്കും. അതായത് നല്ല പ്രവണതയായിരുന്നു, ഒരു നല്ല ബന്ധമാണ്. പിന്നെയുണ്ടല്ലോ ഈ വടക്കനാട് പ്രദേശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ചേട്ടൻ ഈ ജോലി തുടങ്ങിയ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരവസ്ഥ? ഇങ്ങനെ വന്യമൃഗങ്ങളുടെയൊക്കെ മുന്നിൽ പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നവും വടക്കനാട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിട്ടില്ല. വടക്കനാട് 1972 ഈ ഒരു വനവന്യജീവി നിയമം മാറ്റിയത് പൊതുവെ ഇവിടെ വന്യമൃഗ സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം വന്ന ചില വികലമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും കൂടി വന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ലൈംഗികം സ്വാഭാവികമായും പാരമ്പര്യമായി ഉണ്ടായിരുന്ന ചെറു നായാട്ടുകൾ, കൃഷി സംരക്ഷിക്കാൻ തന്ന ആയുധങ്ങൾ ഗവൺമെന്റൊക്കെ പിൻവലിക്കുകയൊക്കെ ചെയ്തതോടുകൂടിയാണ്
ഈ വന്യമൃഗത്തെ ഇത്ര രൂക്ഷമായത്. അതോടൊപ്പം തന്നെ വനത്തിൽ ഉൾക്കൊള്ളാവുന്നതിൽ കഴിഞ്ഞ് കൂടുതൽ മൃഗങ്ങൾ അതോടൊപ്പം എത്തിയിരിക്കും. ആ വർധന, അതിനുശേഷം ഈ അധിനിവേശ സസ്യങ്ങളുടെ വളർച്ച, ഇത് മുഴുവൻ വന്യമൃഗങ്ങളെ കാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. നാട്ടിൽ അതേ സമയത്ത് വന്ന് തിന്നുന്നതിനോടുള്ള എതിർപ്പ് ജനങ്ങൾ പ്രകടിപ്പിക്കാതെയാക്കി. കാരണം ആയുധങ്ങളൊന്നും കയ്യിലില്ല, എന്തെങ്കിലും ചെയ്താൽ ജയിലിൽ കിടക്കണം എന്താ ആളുകളും അതൊന്നും കണ്ണടക്കുന്നു. അങ്ങനെ അതിങ്ങനെ കുറച്ച് കുറേശ്ശെയായി കൂടി വന്ന് ഒരു 2005, 2006 ആകുമ്പോഴേക്കും റൂട്ട് ഏതാണ്ട് 2000 ഞാനത് തുടക്കം മുതലേ അതിന്റെ കൂടുതൽ ഇതുകൊണ്ട് പറയാം. 2007 മുതൽ തന്നെ ഈ വലിയ ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, അല്ലാതെ മറ്റ് പൊതു സംഘടനകൾ തന്നെ ഇതിന് സമരം ചെയ്യുകയും പരാതികളായിട്ടൊക്കെ ചെയ്തിരുന്നു. സമരങ്ങളൊക്കെ ചെയ്യും, കൂടുക അല്ലെങ്കിൽ കളക്ടർ കൂടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ നിവേദനം കൊടുക്കും. അതിനുശേഷം അവരതിനൊരു മറുപടി പറയും, അതായത് തിരിച്ചു പോരും. അങ്ങനെ പോകുന്ന വരുമ്പോഴേക്കൊരു 2010-12 ആകുമ്പോഴേക്കും വലിയ ന്യൂസായി, മനുഷ്യന് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നേരെ ഇവിടെ രാവിലെ പാല് കൊടുക്കാൻ പോകുന്നവര് അതിന്റെ സമയം മാറ്റേണ്ടി വന്നു. ഈ പള്ളികളിൽ രാവിലെ പോയി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പള്ളിയിലെ രാവിലത്തെ പ്രാർത്ഥന വരെ നിർത്തി ഒരു കാലഘട്ടം. അങ്ങനെ സഹിച്ച വയ്യാതെയാണ് ഇവിടെ വീണ്ടും ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ഘട്ടം വന്നു. ഇങ്ങനെയാണ് വടക്കനാട് സമരം ഉണ്ടാക്കിയത്. ഇപ്പോ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു? കൃഷിയിൽ സജീവമാണോ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? കൃഷിയിൽ സജീവമാണ്. പിന്നെ അതിനുശേഷം കൃഷിയിൽ സജീവമായി ആളുകളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ പൊതുവായുള്ള കാര്യങ്ങളെല്ലാം ഇടപെടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2017 ഇവിടെ വന്യമൃഗശല്യം വളരെ രൂക്ഷമായി വന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ നിരന്തരം മറ്റ് സംഘടനകൾ നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായി അതിനൊരു ഫലം കാണാതെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ബഹുമാന്യനായ ഒരു പള്ളിയിൽ അച്ഛൻ വന്നു, ആർത്തി പള്ളിയിൽ ജോലി മുക്കാട്ടുകാവുകൾ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഇവിടെ വന്നു. അച്ഛൻ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് സംഘടിപ്പിച്ച് നമുക്കിതിനെതിരെ ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓരോരുത്തരും അവരവരുടേതായ ഭാഗം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, നമുക്ക് ഒരു പൊതുവായ ഒരു സമരം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റികളും ഒക്കെ കൂടി ഒരു സമിതി ഉണ്ടാക്കി, വടക്കനാട് ഗ്രാമസംഘടന സമിതി. അതിന്റെ നേതൃത്വത്തിൽ അതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളും മറ്റൊരു ചെയ്ത സമരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നേരിട്ട് തന്നെ ഒരു നിരാഹാര സമരം നടത്തി. ആ നിരാഹാര സമരം നടത്തിയിട്ട് തന്ന വാഗ്ദാനങ്ങളൊന്നും ഗവൺമെന്റ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യം. ആളുകൾ പട്ടിണി കിടന്ന് ത്യാഗങ്ങൾ അനുഭവിച്ചത് മാത്രം മിസ്സായി നിൽക്കുകയാണ്. അപ്പോ എന്തായാലും കരുണാകരേട്ട ഒരുപാട് സമയം പോസ്റ്റ്മാൻ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷം. വടക്കനാട്ടിൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. എന്നെ വിളിച്ചതിനും എന്നെ കേൾക്കാനും മനസ്സിന് നന്ദി. അഞ്ചലോട്ടത്തിൽ ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയത് വടക്കനാട് സ്വദേശിയും റിട്ടയർഡ് പോസ്റ്റ്മാനുമായ MK കരുണാകരനെയായിരുന്നു. അഞ്ചലോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. पुष्पा कुमारी आपका